വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ എത്തിയത്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ ഇവിടെ വെച്ച് രാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു. ഈ ക്ഷേത്രം ഇന്ത്യയിലെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. കൂടാതെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ തെക്കേയറ്റത്തുള്ള ക്ഷേത്രവുമാണ് ഇത്. വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഒരുപോലെ ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുടെ പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ശൈവ സിദ്ധന്മാരായ 63 പാടിപ്പുകഴ്ത്തി 274 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള സവിശേഷതയാർന്ന 22 കിണറുകളാണ്. അവയിൽ ഓരോന്നിനും സവിശേഷമായ ആത്മീയവും പുരാണപരവുമായ പ്രാധാന്യമുണ്ട്. ഐതിഹ്യമനുസരിച്ച് കിണറുകൾ ശ്രീരാമന്റെ ആവനാഴിയുമായി യോജിക്കുന്നുവെന്നും സമ്പത്തും ആരോഗ്യവും മുതൽ പാപങ്ങളിൽ നിന്നുള്ള മോചനം വരെയുള്ള അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും പറയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അഗ്നിതീർത്ഥം നടത്തിയാണ് ഓരോ ഭക്തജനങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് ക്ഷേത്രത്തിന്റെ ഇടനാഴിയിലായി കാണപ്പെടുന്ന 22 കിണറുകളിൽ നിന്നും സ്നാനം നടത്തുന്നു. അതിൽ ഓരോന്നിനും പേര് നൽകിയിരിക്കുന്നു. ആദ്യത്തേത് മഹാലക്ഷ്മി തീർത്ഥം, പിന്നീട് ഗായത്രി, സാവിത്രി, സരസ്വതി, ഗവ്യ, നള, നീല, സേതുമാധവ, ഗന്ധമാധവ, ബ്രഹ്മഹത്യ, വിമോചനൻ, ശംഖു, സൂര്യൻ, ചന്ദ്രൻ, ചക്ര, ശിവൻ, സർവ, സത്യാമൃതം, ഗയ, ഗംഗ, യമുന. ഏറ്റവും ഒടുവിൽ കൊടിതീർത്ഥത്തിൽ നിന്നും വെള്ളം തളിക്കുന്നത് പുണ്യനദിയായ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നതിന് തുല്യമാണെന്ന് ഒരു വിശ്വാസമുണ്ട്. സ്നാനം കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയതിനു ശേഷം മാത്രമേ ശിവനെ ദർശിക്കാനാകൂ. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു ശിവലിംഗ പ്രതിഷ്ഠയല്ല ഇവിടെ ഉള്ളത്. ശ്രീരാമൻ ബ്രാഹ്മണ ഹത്യാ പാപത്തിന് പരിഹാരമായി ശിവപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച് ഉടനെ പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ശിവലിംഗം കൊണ്ടുവരാൻ ഭക്തനായ ഹനുമാനെ പറഞ്ഞുവിട്ടു. മുഹൂർത്തമായിട്ടും ഹനുമാനെ കാണാതായപ്പോൾ സീത മണൽ കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും അതിനെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. മടങ്ങിയെത്തിയ ഹനുമാനെ വിഷമിപ്പിക്കാതിരിക്കാൻ ആ ശിവലിംഗം കൂടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനെ വിശ്വലിംഗം എന്ന് വിളിച്ചു. സീത നിർമ്മിച്ച ശിവലിംഗത്തെ രാമലിംഗം എന്നും വിളിച്ചു. ഭക്തർ ഇന്നും ആദ്യം വിശ്വലിംഗത്തെയും പിന്നീട് രാമലിംഗത്തെയും വണങ്ങുകയാണ് പതിവ്. താങ്ക് യു ഫോർ വാച്ചിങ്.